മാറ്റം എപ്പോഴും നല്ലതാണ്. ഇത് നിരന്തരമായി യാതൊരു പുരോഗതിയും കൈവരിക്കാൻ ഈ പുലമൺ വാർഡിന് കഴിയാത്തതിൻ്റെ കാരണം ഇവിടെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് ആരുടെയും മെടുക്കൊണ്ടല്ല, കടകളൊക്കെ വരുന്ന ആരുടെയും മെടുക്കൊണ്ടല്ല. ഒരു മാറ്റത്തിന് വേണ്ടി മാത്യു സാമിന് 2 അടയാളത്തിലും അതുപോലെ ആൻസി മോൾക്ക് ബസ് അടയാളത്തിലും വോട്ടുകൾ നൽകി. കട്ടപ്പുറത്തിരുന്നപ്പോൾ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കുതകുന്നതിൽ കൊണ്ടുവന്ന് ജീവനക്കാരൻ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ, അവന് ശമ്പളം കിട്ടാതായപ്പോൾ, അവന് പെൻഷൻ കിട്ടാതായപ്പോൾ അതിനൊക്കെ തുച്ഛമായ ദിനങ്ങൾ കൊണ്ട് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് എല്ലാ വിഭാഗം ജനങ്ങളെ സംരക്ഷിച്ചതുപോലെ കൃത്യമായി ശമ്പളം കൊടുക്കുവാൻ കഴിയുന്ന, കൃത്യമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തിന് സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമാൻ ഗണേഷ് കുമാർ അവർക്ക് വേണ്ടി ഞാൻ മാറുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ സ്വാഗതങ്ങളും അർപ്പിച്ചുകൊണ്ട് മാറുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, കൊട്ടാരക്കരയുടെ പുരോഗതിക്ക്, കേരളത്തിൻ്റെ പുരോഗതിക്ക്, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാനും അക്ഷീണം പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുണ്ട്. കഴിഞ്ഞ 9 വർഷമായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യമായ ഉന്നതിക്കും വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും വെല്ലുവിളി നേരിടുന്ന വർഗീയതയുടെയും വിഘടനത്തിൻ്റെയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമായ മതേതരത്വം, ആ മതേതരത്വം ഹനിക്കപ്പെടുകയും മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന BJPയുടെ ഭരണത്തിൽ നിന്നും ഉണ്ടാകുന്ന കരിനിയമങ്ങൾ, പൗരത്വ നിയമമടക്കമുള്ള കരിനിയമങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ എതിരിടാനുള്ള കരുത്ത് ഇന്ന് ഇന്ത്യയിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. നമ്മുടെ സമസ്ത മേഖലകളിലും നമ്മളെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ, സാമ്പത്തികമായി നമ്മളെ ഞെരുക്കി നമ്മുടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി സാമ്പത്തികമായി സ്വന്തം കരുത്താർജിക്കാനും അതിലൂടെ ജനങ്ങളുടെ എല്ലാ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലും സജീവമാകാനും ഇടതുപക്ഷ ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിടാൻ നമുക്ക് കഴിയുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച കോവിഡിൻ്റെ ദുരിതം, മഹാപ്രളയത്തിൻ്റെ ദുരിതം, അവിടെ നിന്നിങ്ങനെ തുടങ്ങി വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ, ഇതിനെയെല്ലാം സധൈര്യം നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് മാത്രമാണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ കരിനിയമങ്ങൾക്കെല്ലാം എതിരെ സമരം ചെയ്യാൻ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുന്നില്ല. കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരിനോട് എതിരിട്ട് നിൽക്കാനുള്ള ശേഷിയില്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജാതിമത ചിന്തകളുടെയും വർഗീയതയുടെയും കുത്തൊഴുക്ക് BJP അഴിച്ചുവിടുമ്പോൾ അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കോൺഗ്രസിന് കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എതിർക്കാൻ UDF-നും NDA-ക്കും പറയാനുള്ളത് എന്താണ് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. അവരെന്താണ് കുറ്റം പറയുന്നത്? അവർ പറഞ്ഞ ശബരിമലയിലെ സ്വർണം കട്ടള, ഇത് കേരളത്തിലെ ജനങ്ങളുടെ അന്നത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നവുമല്ല. അവിടെ ഭരണം നടത്തിയ ചില ആളുകൾ ക്രമക്കേടുകൾ നടത്തി. ആ ക്രമക്കേടുകളെ അവിടുത്തെ ആചാരങ്ങളിൽ ഇടപെട്ട കാര്യമല്ല, ഇത് അവിടുത്തെ ക്രമക്കേടുകളെ കണ്ടെത്തുകയും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പോലീസിന് സംശയം തോന്നിയ എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവർ ജയിലിനുള്ളിലാണ്. അതിനെ സഹായിക്കാനോ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഇടപെടുന്നില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയമനത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഇവിടെ UDF-നും NDA-ക്കും
ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ ഒരു കാര്യം പറയാനില്ല. പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ വികസനമില്ല LDFിൻ്റെ കാലത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. കൊട്ടാരക്കരയെ സംബന്ധിച്ച് കൊട്ടാരക്കരയിൽ വികസനമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വികസനത്തിൻ്റെ വേലിയേറ്റമാണ്. നമ്മുടെ മന്ത്രി ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും വലിയ പുരോഗതികൾ, റോഡുകളുടെ കാര്യത്തിലൊക്കെ വലിയ പുരോഗതികൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനേകം പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുമ്പോൾ അതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഒന്നുകിൽ ജാതി പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശബരിമലയെ സ്വർണത്തെക്കുറിച്ച് പറയാം. ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വേറെ സ്വർണ്ണം